US-ഉം യൂറോപ്യൻ യൂണിയനും ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ആഗോള ഒഴുക്ക് പൂർണ്ണമായി തടയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാന കാരണം റഷ്യ സ്വീകരിച്ചിരിക്കുന്ന വിലക്കിഴിവ് തന്ത്രമാണ്. ആഗോള വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ എണ്ണ വിൽക്കുന്നതിലൂടെ റഷ്യ തന്റെ പ്രധാന വാങ്ങൽ രാജ്യങ്ങളെ കൈവിടാതിരിക്കുകയാണ്. അമേരിക്ക ഓരോ തവണ ഉപരോധങ്ങൾ ശക്തമാക്കുമ്പോഴും പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കൂടുതൽ വിലക്കിഴിവുകൾ പ്രഖ്യാപിക്കുന്നതാണ് പതിവ്. ഇതുവഴി കയറ്റുമതിയുടെ അളവ് വലിയ തോതിൽ ഇടിയാതിരിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കയറ്റുമതി നിലനിൽക്കുമ്പോഴും വരുമാനം കുറഞ്ഞു വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഗോള വാർത്താ ഏജൻസിയായ ബ്ലൂംബെർഗിന്റെ വെസൽ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം ഫെബ്രുവരി 8 വരെയുള്ള 4 ആഴ്ചകളിൽ റഷ്യ പ്രതിദിനം ശരാശരി 3.33 ദശലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്തു. ഫെബ്രുവരി ആദ്യത്തിലെ കണക്കുകൾ അപേക്ഷിച്ച് ഇത് അല്പം കൂടുതലായിരുന്നു എങ്കിലും കഴിഞ്ഞ ക്രിസ്മസിന് മുമ്പുണ്ടായിരുന്ന ഉയർന്ന നിലയിൽ നിന്ന് പ്രതിദിനം ഏകദേശം 5.4 ലക്ഷം ബാരൽ കുറവാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഭൗതിക ഒഴുക്കിൽ വലിയ ഇടിവില്ലെങ്കിലും ആഗോള എണ്ണവിലയിലെ ദുർബലതയും കുത്തനെ നൽകിയ വിലക്കിഴിവുകളും കാരണം രാജ്യത്തിന്റെ എണ്ണ വരുമാനം താഴ്ന്നിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ റഷ്യയുടെ എണ്ണ വരുമാനം കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ഫെബ്രുവരി തുടക്കത്തിൽ എണ്ണവിലയിൽ ചെറിയ ഉയർച്ച സൃഷ്ടിച്ചെങ്കിലും വിപണിയിൽ സമ്മർദ്ദം ഇപ്പോഴും തുടരുന്നു. യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ ഒഴിവാക്കിയപ്പോൾ അതിന്റെ പ്രധാന ഗുണഭോക്താക്കളിൽ ഇന്ത്യ മുൻനിരയിലായിരുന്നു. കുറഞ്ഞ വിലയിൽ ലഭിച്ച റഷ്യൻ എണ്ണ വലിയ തോതിൽ ഇന്ത്യ വാങ്ങി. എന്നാൽ നിലവിൽ അമേരിക്കയുമായി പുതിയ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും റഷ്യൻ എണ്ണ വാങ്ങൽ ഗണ്യമായി കുറഞ്ഞതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷത്തിന്റെ ആദ്യ 6 ആഴ്ചകളിൽ ഇന്ത്യ പ്രതിദിനം ശരാശരി 10 ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ഇത് ഏകദേശം 9 ലക്ഷം ബാരലായി കുറഞ്ഞു. 2023 ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇന്ത്യ ദിവസേന 20 ലക്ഷം ബാരലിലധികം എണ്ണ സ്വീകരിച്ചിരുന്നു എന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഇടിവ് ശ്രദ്ധേയമാണ്. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ ഉപേക്ഷിച്ച എണ്ണ ഏറ്റെടുത്തത് ഇന്ത്യയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ US-ൽ നിന്ന് 25% അധിക നികുതി നേരിടേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട്. പുതിയ വ്യാപാര ധാരണകളോടെ ആ നികുതി ഒഴിവാക്കിയെന്നാണ് വിവരം. ഇന്ത്യ പോലെയുള്ള വലിയ വിപണി നഷ്ടപ്പെടാതിരിക്കാൻ റഷ്യ കൂടുതൽ ഇളവുകൾ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ആഗോള വിപണി വിലയിൽ നിന്ന് ബാരലിന് ഏകദേശം $15 വരെ കുറവിൽ റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നതായാണ് റിപ്പോർട്ടുകൾ. വർഷാരംഭത്തിൽ ഈ ഇളവ് ഏകദേശം $10 ആയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ ഇളവ് $20 കവിയാനിടയുണ്ടെന്ന വിലയിരുത്തലുമുണ്ട്. ഇന്ത്യൻ വിപണി റഷ്യയ്ക്ക് സാമ്പത്തികമായി അതീവ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയുടെ വാങ്ങൽ കുറവ് ചൈനയ്ക്ക് അവസരമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യക്ക് നൽകിയിരുന്ന വിലക്കിഴിവുകൾ സ്വന്തമാക്കാൻ ചൈന ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഫെബ്രുവരി ആദ്യ 8 ദിവസങ്ങളിൽ പ്രതിദിനം ഏകദേശം 22 ലക്ഷം ബാരൽ എന്ന നിരക്കിൽ ചൈനയിലേക്കുള്ള റഷ്യൻ എണ്ണ ഒഴുക്ക് വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. വാങ്ങലിലുണ്ടായ കുറവ് റഷ്യയുടെ ഉൽപാദനത്തെയും ബാധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ജനുവരി മാസത്തിൽ തുടർച്ചയായ 2ാം മാസവും അസംസ്കൃത എണ്ണ ഉൽപാദനം കുറഞ്ഞതായി സൂചനകളുണ്ട്. ഇന്ത്യയും മറ്റു പ്രധാന വിപണികളും പിന്തിരിയുകയാണെങ്കിൽ റഷ്യയ്ക്ക് കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. ട്രംപിന്റെ വിലയിരുത്തലിൽ ഇന്ത്യയുടെ പിന്മാറ്റം റഷ്യയെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കി യുക്രൈൻ യുദ്ധത്തിൽ ഇളവ് വരുത്താൻ പ്രേരിപ്പിക്കാനിടയുണ്ടെന്നാണ് കരുതുന്നത്. വിലക്കിഴിവ് തന്ത്രം ഉപയോഗിച്ച് കയറ്റുമതി നിലനിർത്താൻ റഷ്യയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും കുറഞ്ഞ വരുമാനവും മാറുന്ന ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളും മോസ്കോയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളികളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.